നമസ്കാരം, സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ്വുമൺ തസ്തികയുടെ മാത്സിൻ്റെ ഉത്തരങ്ങൾ, മാത്സ് ചോദ്യ ഉത്തരങ്ങൾ. 71-ാം ചോദ്യം മുതലാണ്. ചോദ്യം ഇതാണ്: 5 + 4 × 5 + 4 × 5 സ്ക്വയർ പ്ലസ് 4 × 5^3 പ്ലസ് 4 × 5^4 പ്ലസ് 4 × 5^5 എന്നിപ്പോൾ മസ്റ്റ് ചെയ്യാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5/6. ഓപ്ഷൻ സി 5/6 ആണ് ഉത്തരം. നെക്സ്റ്റ് ചോദ്യം: ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 12:45 ആണ്. നെക്സ്റ്റ് വരുന്നത് 2025 ജൂലൈ 8 ചൊവ്വാഴ്ച ആണെങ്കിൽ 95 ദിവസം കഴിഞ്ഞു ഏത് ദിവസമായിരിക്കും വരിക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശനിയായിരിക്കും വരിക. അടുത്തത് 0, 26, 124, 342, 728 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1330 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ: ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിന് മുമ്പിൽ നിന്ന് 10-ാമതും ഇതിന് പിന്നിൽ നിന്നും 34-ാമതും ആണ്. ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 6 പേരുണ്ട്. ഉത്തരം ഓപ്ഷൻ സി, 6. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്തു തീർക്കുന്നതിന് എത്ര ദിവസം വേണം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 40 ദിവസം. 40 ദിവസം. ഒരു സമചതുരത്തിൻ്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം 1352 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 26. നെക്സ്റ്റ്: 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ ജയിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, 5. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഉത്തരം ഓപ്ഷൻ എ, 25%. നെക്സ്റ്റ്: 10^3 - 7^3 10 സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ഓക്കെ, ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 ആണ് വരിക. ഓക്കെ, 3 ആണ് വരിക. നെക്സ്റ്റ് ഇതിൻ്റെ ഇംഗ്ലീഷ്: ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവരിവെയർ. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവരിവെയർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4. ഹി സെർച്ച്ഡ് ഫോർ ദ റിംഗ് എവരിവെയർ. നെക്സ്റ്റ്: ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അവർ സ്കൂൾ ടീം ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ. Our school team won the cricket match last year. The children are playing. Uttaram aren't they. Okay. Choose the correct passive form of the sentence given below. People will support us. Adinte passive form answer adana. We will be supported by the people. Okay, us alle vannekku, sorry, we will be, us vannonde we vannu alle, we will be supported by the people. Next: if she had taken a car, she dashed the station in time. Uttaram option A ആണ്, would have reached. If she had taken a car, she would have reached the station in time. Next one: choose the correct antonym of the word rigid. Uttara option B, flexible. Choose the correct phrasal verb to complete the sentence. Uttara option C, set aside. My sister tries to set aside some money every month. Choose the correct synonym of the words frivolous. Uttara option D, silly. The masculine gender of which is? Uttaram option B, wizard. Choose the correct one word substitute for one taking a lot.
വൺ ടേക്കിംഗ് എ ലോട്ട് ഗിവ്സ് ഓപ്ഷൻ ബി loquacious, loquacious. അമ്മോ, വൺ ടേക്കിംഗ് എ ലോട്ട്, loquacious. ഓക്കെ, ബാക്കി ഇത് നമുക്കല്ല, ഇതൊന്നും അല്ല എന്നറിയാം. ഇതും അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉത്തരത്തെത്താൻ പറ്റുള്ളൂ. ഞാനാണ് അങ്ങനെ ചെയ്യും. ഓക്കെ, loquacious. നെക്സ്റ്റ്, പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുകൂലം ആകുക. നെക്സ്റ്റ് വൺ, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, അനാസ്ഥ. നെക്സ്റ്റ് വൺ, സ്വാധീനം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? ഉത്തരം സ്വാ പ്ലസ് അധീനം. നെക്സ്റ്റ് വൺ, തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ഉത്തരം തരുണി. നെക്സ്റ്റ് വൺ, തത്തയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ പരഭ്രമം, പരഭൃതം, കെ ശുക്കം, കീരം, തത്ത എന്നറിയാം അല്ലേ? ഓക്കെ, ഐഹികം എന്നതിൻ്റെ വിപരീത പദം, ഐഹികത്തിൻ്റെ വിപരീത പദം. ഉത്തരം ഓപ്ഷൻ ഡി, പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഉത്തരം അത്യാപത്ത്. അതി പ്ലസ് ആപത്ത്, അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഉത്തരം നടികളാണ് സലിംഗ ബഹുവചനം. ഹർഷത്തോടു കൂടിയത് ഒറ്റപ്പെട്ട പദം എഴുതുക. ഹർഷത്തോടു കൂടി, സഹർഷം. ശരിയായ വാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.